സ്ഥാനത്ത് സ്ഥാനാർത്ഥികൾ പ്രചരണം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം ഇപ്പോൾ ഷാഫി പറമ്പിൽ വടകരയിൽ പ്രചരണം ആരംഭിക്കുന്നു. ടിപിയുടെ വീട്ടിലേക്ക് ഷാഫി പറമ്പിൽ എത്തുന്നു. ഇന്ന് പ്രചരണം ആരംഭിക്കുമ്പോൾ ആദ്യ സന്ദർശനം ടിപിയുടെ വീട്ടിലേക്കാണ്. അവിടെ നിന്നാണ് അദ്ദേഹം പ്രചരണം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടിപി കേസ് പ്രധാന പ്രചരണ വിഷയമാകും അവിടെ എന്നത് ഉറപ്പിക്കാം. കെ രമയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മുരളീധരനെ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മാറ്റിയത് ആദ്യം ആരംഭിക്കൊക്കെ അതൃപ്തി ഉണ്ടായിരുന്നു ആ തീരുമാനത്തിലെങ്കിൽ പോലും ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കുന്നു. പ്രചാരണ രംഗത്ത് ഒറ്റക്കെട്ടാണ്. ഷാഫി പറമ്പിലിന് ആർഎംപി പ്രവർത്തകർ നൽകുന്ന സ്വീകരണം കൂടിയായി വേണം നമ്മൾ ഇതിനെ കാണാൻ. MS അനീഷ് കുമാർ അവിടെ നിന്നും ചേരുകയാണ്. അനീഷ്, ടിപി കേസിലെ കോടതി നടപടികൾ എന്തായാലും വടകരയിൽ ചർച്ചയാകുമെന്ന് ഉറപ്പായിരുന്നു. ഇപ്പോൾ പ്രചരണം ഷാഫി പറമ്പിൽ തുടങ്ങുന്നത് ടിപിയുടെ വീട്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മുഖ്യ പ്രചരണ വിഷയം ടിപി കേസാകും എന്നുറപ്പിക്കാമോ? നേരത്തെ തന്നെ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. വടകരയിലെ പ്രധാന ഷാഫി പറമ്പിൽ വടകരയിലെത്തി ഇന്ന് പ്രചാരണം തുടങ്ങുകയാണ്. ടിപിയുടെ വീട് സന്ദർശനത്തോടെയാണ് ഷാഫി പറമ്പിൽ പ്രചാരണ പരിപാടികൾ തുടങ്ങുന്നത്. ആർഎംപി പ്രവർത്തകർ അവിടെ വലിയ സ്വീകരണം തന്നെ ഷാഫി പറമ്പിൽ ഒരുക്കിയിരിക്കുന്നു. അനീഷ്, തുടരാം. തീർച്ചയായും നേരത്തെ മുതൽ തന്നെ ഇക്കാര്യം പോലീസ് വ്യക്തമാക്കിയിരുന്നു. ടിപിയുടെ ഓർമ്മകളാണ്, അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരായ വിജയെഴുത്ത് എന്ന രീതിയിൽ തന്നെയാണ് ഇത്തവണയും വടകരയിലെ തെരഞ്ഞെടുപ്പ് വിധിയെ കാണാൻ കഴിയൂ എന്നാണ് വ്യക്തമാക്കിയത്. ഇന്നലെ കൺവെൻഷന്റെ അടക്കം ഷാഫി പറമ്പിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. നേരത്തെ മുതൽ തന്നെ ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടിരുന്ന ഒരു ആൾ കൂടിയാണ്. അതുകൊണ്ട് കെ മുരളീധരൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറി തൃശൂരിലേക്ക് പോയെങ്കിലും ഷാഫിയെ സ്വീകരിക്കാൻ ഒരു മടിയില്ല എന്ന് തന്നെയാണ് ആദ്യം വ്യക്തമാവുന്നത്. ആദ്യഘട്ടത്തിൽ ചെറിയ ഒരു ആശയക്കുഴപ്പമുണ്ടായെങ്കിലും പിന്നീട് മുരളീധരനോളം പോകുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കാൻ കഴിഞ്ഞു എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ RMP ക്യാമ്പിനുള്ളത്. എന്തായാലും അതനുസരിച്ചുള്ള സ്വീകരണം തന്നെ നൽകുന്നു. ഇന്നലെയാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും വടകരയിലേക്ക് എത്തിയത്. ആ വരവ് അക്ഷരാർത്ഥത്തിൽ സംഭവബഹുലമായിരുന്നു. കാരണം ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വിജയിച്ച ശേഷമുണ്ടാവുന്ന ആഹ്ലാദ പ്രകടനത്തിന് സമാനമായ രീതിയിലുള്ള ഒരു വരവേൽപ്പാണ് ഷാഫിക്ക് നൽകിയത്. പാലക്കാട്ട് നിന്നും പാലക്കാട്ടെ വോട്ടർമാർ അല്ലെങ്കിൽ പാലക്കാട്ടെ പ്രവർത്തകർ കണ്ണു നിറഞ്ഞാണ് ഷാഫിയെ വടകരയിലേക്ക് പറഞ്ഞയച്ചത്. അതിന് യോജിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു വരവേൽപ്പ് നൽകുകയും ചെയ്തു. എന്തായാലും കരുത്തുറ്റ ഒരു പോരാട്ടത്തിലേക്ക് വടകര നീങ്ങുന്ന കാഴ്ച. മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോയെങ്കിലും അതിന് പകരമായി എത്തിയ ആൾ കെ ശൈലജ ടീച്ചർക്ക് ഒരു വലിയ എതിരാളിയായി തന്നെ മാറിയിരിക്കുന്നു എന്നതാണ് ആദ്യ ദിന കാഴ്ചയിൽ നിന്നും വ്യക്തമാവുന്നത്. എന്തായാലും ഷാഫി പറമ്പിൽ തന്റെ പ്രചാരണം ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ അദ്ദേഹം എത്തിയിരിക്കുന്നത് ഒഞ്ചിയത്തെ TP ചന്ദ്രശേഖരന്റെ വീട്ടിലേക്കാണ്. കെ രമ MLA അടക്കമുള്ളവർ, പാർട്ടിയുടെ മറ്റു നേതാക്കൾ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ വീടിനകത്ത് ആണുള്ളത്. എന്തായാലും ഈ വീട്ടിൽ നിന്നുമാണ് ഔദ്യോഗികമായി അദ്ദേഹം തന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നതെന്ന് അറിയിച്ചിരിക്കുന്നു. ഇനി മുൻ MP ആയ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വീട്ടിലും അദ്ദേഹം സന്ദർശനം നടത്തും. അതിനുശേഷമാണ്
മറ്റ് ഔദ്യോഗിക പരിപാടികളുള്ളത്. ഇന്ന് എന്തായാലും വൈകുന്നേരത്തോടുകൂടി പാലക്കാട്ടേക്ക് അദ്ദേഹം തിരിച്ചു പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെ പാലക്കാട് ലോക്സഭാ കൺവെൻഷൻ നടക്കുന്ന ഒരു ദിവസമാണ്. എന്തായാലും അതിൽ അദ്ദേഹം പങ്കെടുക്കും. നേരത്തെ തന്നെ അദ്ദേഹമായിരുന്നു ഇത്തരം കാര്യങ്ങൾ പാലക്കാട്ട് ആസൂത്രണം ചെയ്തിരുന്നത്. എന്നാൽ വളരെ പെട്ടെന്നാണ് ഈ വടകരയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം എത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നലെ വൈകിട്ട് വടകരയിലെത്തി. ഇന്നലെ കൺവെൻഷൻ കഴിഞ്ഞു. അതിനുശേഷം ഇന്ന് ടി.പിയുടെ വീട്ടിലും മറ്റ് മുല്ലപ്പള്ളിയുടെ വീട്ടിലുമൊക്കെ പോയ ശേഷം വീണ്ടും തിരിച്ച് അദ്ദേഹം പാലക്കാട്ടേക്ക് തന്നെ പോകും. എന്തായാലും വലിയ ഒരു സ്വീകരണം, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് ഏതാണ്ട് മൂന്നര മണിക്കൂറോളം വടകര പട്ടണത്തെ നിശ്ചലമാക്കിയ ഒരു സ്വീകരണമാണ് നൽകിയത്. അതിൽ ഈ യുവാക്കളുടെയും ഈ KSU പ്രവർത്തകരടക്കമുള്ളവരുടെയും സാന്നിധ്യം പ്രത്യേകമായി എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം അത്തരമൊരു ഈ പ്രചാരണത്തിലുടനീളം യുവജനങ്ങളുടെ ഒരു പിന്തുണ ഷാഫിക്ക് ഉണ്ടാവും എന്ന് ഈ പ്രകടനത്തിലൂടെ ഉറപ്പ് വന്നിരിക്കുന്നു എന്നാണ് UDF വൃത്തങ്ങൾ പറഞ്ഞതൊപ്പം ഈ കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായാണ് തിരുവനന്തപുരത്തു നിന്നും വടകരയിലേക്ക് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തിയത്. അന്നും ഇതേപോലൊരു സ്വീകരണം നൽകിയിരുന്നു. എന്നാൽ കെ മുരളീധരന് വടകര നൽകിയതിനേക്കാൾ വലിയ സ്വീകരണമാണ് ഷാഫിക്ക് നൽകിയതെന്ന് UDF പ്രവർത്തകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എന്തായാലും വലിയ ഒരു മാറ്റം ഈ വലിയ സ്ഥാനാർത്ഥി, അതായത് CPM-ന് വടകരയിൽ നിർണ്ണയിക്കാൻ പറ്റിയ അല്ലെങ്കിൽ മത്സരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥിയാണ് ശൈലജ ടീച്ചർ. ആ ശൈലജ ടീച്ചർക്ക് ഒത്ത എതിരാളി തന്നെയാണ് ഇപ്പോൾ ഷാഫിയിലൂടെ വന്നിരിക്കുന്നതെന്ന് എല്ലാവരും പറയുന്നു. ഒരു വലിയ പോരാട്ടത്തിലേക്കാണ് വടകര ഇപ്പോൾ ചുവട് വെച്ച് നീങ്ങുന്നത്. അദ്ദേഹം വീടിനകത്ത് സന്ദർശനം നടത്തിയ ശേഷം ഇനി TP സ്മാരകത്തിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KK രമയും വേണു അടക്കമുള്ള മറ്റ് RMP നേതാക്കളും ഒപ്പമുണ്ട്. അവർ TP സ്മാരകത്തിലേക്ക് ഇനി പോകാൻ പോകുന്നു. എന്തായാലും ഷാഫി പറമ്പലിൻ്റെ പ്രചാരണം ഔദ്യോഗികമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വലിയ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിനുള്ള ആദ്യ പോരാട്ടം, തങ്ങൾ ഏറ്റവും പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി ഈ വടകരയിൽ ഉന്നയിക്കാൻ പോകുന്ന വിഷയം, അതിൽ തന്നെയാണ് ആദ്യത്തെ വരവ്. അതിൽ കേന്ദ്രീകരിച്ചായിരിക്കും തൻ്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടമെന്ന സൂചനകൾ തന്നെയാണ് കൃത്യമായി ഈ TPയുടെ വീട്ടിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടക്കം കുറിക്കുന്നതിലൂടെ ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സംസാരിക്കുമോ ഈ ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ? അനീഷ്, തീർച്ചയായും അദ്ദേഹം അല്പസമയത്ത് സംസാരിക്കുമെന്ന് അറിയിച്ചിരുന്നു. രാവിലെ വളരെ ദീർഘമായി നമ്മോട് സംസാരിച്ചിരുന്നു. ഈ വടകരയിലെത്താനുള്ള അല്ലെങ്കിൽ പാലക്കാട്ടുകാർ നൽകിയ സ്നേഹമൊക്കെ എത്തരത്തിലാണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹം അല്പസമയത്തിനകം ഈ പുഷ്പാർച്ചന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ഒരു കൂട്ടം പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇവിടെയുമുണ്ട്. പ്രധാനമായും RMP പ്രവർത്തകരുടെ ഒരു ആവേശമാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടത്. നിരവധി പ്രവർത്തകർ ഇവിടേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പരിപാടി എന്ന രീതിയിൽ, അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. രേണുക,
രേണു ഷാഫി പറമ്പിലും ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. പ്രചാരണം ഔദ്യോഗികമായി തുടക്കം അല്ല, ഇവിടെ വന്ന ശേഷമാണ് തുടങ്ങുന്നത്. ഇപ്പോൾ അത് ഇന്നലെ വൈകുന്നേരമാണ് ആദ്യമായിട്ട് വടകരയിൽ എത്തിയത് ഫിസിക്കലി. പക്ഷെ വെർച്വലി ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ പ്രചരണം വളരെ ശക്തമായി മണിക്കൂറുകൾ കൊണ്ട് തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ വന്ന് തുടങ്ങിയ സമയം തൊട്ട് തന്നെ വടകരയിൽ ആരംഭിച്ചിരുന്നു എന്നുള്ളത് പിന്നെ നവമാധ്യമങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ കൺവെൻഷൻ കഴിഞ്ഞു, പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കണ്ടു. ഇന്ന് ഇവിടെ TPയുടെ മുന്നിൽ നിന്ന് ഔപചാരികമായി അല്ലെങ്കിൽ പ്രചരണം പിന്നെ തുടങ്ങുകയാണ്. പിന്നെ ബഹുമാനനായ മുല്ലപ്പള്ളി സാറേയും ഇന്ന് കണ്ട്, അതുപോലെ പിന്നെ KP, പിന്നെ PKK തുടങ്ങിയ നേതാക്കന്മാരെല്ലാം കണ്ട് അവരുടെയൊക്കെ അനുഗ്രഹം മേടിച്ച് പ്രവർത്തനത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് വൈകുന്നേരം പാലക്കാട് സ്ഥാനാർത്ഥിയുടെ പാർലമെന്റ് കൺവെൻഷൻ ഉണ്ട്, VK ശ്രീകണ്ഠന്റെ, അവിടെ ഒന്ന് പോകേണ്ടതുണ്ട്. എന്തായാലും വടകരയിലെ ജനങ്ങൾ ഇന്നലെ നൽകിയ ഊഷ്മളമായ വരവേൽപ്പും ഉജ്ജ്വലമായ സ്വീകരണവും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ഏറ്റവും വലിയ പ്രചോദനവും കരുത്തുമാണ്. ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തോടെ ചുവടുകൾ വെക്കാൻ വടകര ഹൃദയം കൊണ്ട് നൽകിയ സ്വീകരണം കൊണ്ട് സാധ്യമായിട്ടുണ്ട്. ഞാൻ അവിടുന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം എത്രയാണോ അതിന്റെ ഇരട്ടിയിലാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഞാൻ വന്ന് നിൽക്കുന്നത്. TP വധം തന്നെയാണോ നിങ്ങളുടെ പ്രധാന പ്രചാരണ വിഷയം? കാരണം ഹൈക്കോടതി വിധി എത്തിയിട്ട് അധിക നാളായിട്ടില്ല. അല്ല, അത് CPM ചോദിക്കുന്നത് കണ്ടു, ഇത്ര വർഷമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു. അത് വർഷം കഴിഞ്ഞിട്ടും അത് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത് അവരുടെ മനോഭാവത്തിലൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. TPയെ കൊല്ലാനിട്ട ഉത്തരവും TPയെ കൊല്ലാൻ ഉപയോഗിച്ച ഗുണ്ടകളും TPയെ കൊല്ലാൻ ഉപയോഗിച്ച ആശയങ്ങളും ആയുധങ്ങളും ഒക്കെ അവരതിങ്ങനെ പിന്നെ കാലാകാലങ്ങളിൽ അത് എടുത്തുകൊണ്ടിരിക്കുക, പിന്നെയും ആ കൊന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക, അതിന്റെ അവരുടെ പ്രതികൾ ഒത്തുവിട്ടുള്ള ആഘോഷങ്ങളുടെ ഭാഗമാവുക, ജയിലിൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതിന്റെ ശേഷവും സമാനമായ ഇൻസിഡൻസ് പലയിടങ്ങളിലും നടക്കാന്ന് പറയുമ്പോൾ ഇതൊരു ഐഡിയോളജിക്കൽ ഫൈറ്റാണ്. കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ആശയപരമായ ഒരു പോരാട്ടമാണ്. കൊലപാതക രാഷ്ട്രീയം എന്ന് നിൽക്കുന്നു അന്ന് അതിനെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ നിൽക്കും. വടകരയിൽ TP കേസ് തന്നെയാണ് പ്രധാന പ്രചരണ വിഷയം എന്ന് ഷാഫി പറമ്പിൽ പറയുകയാണ്. TPയുടെ വീട് സന്ദർശിച്ച് അവിടെ സ്മൃതി മണ്ഡപവും സന്ദർശിച്ച് അവിടെ നിന്ന് പ്രചരണം ആരംഭിക്കുകയാണ് ഷാഫി പറമ്പിൽ. അവിടെ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഇന്ന് ശശി തരൂരും പ്രചരണ രംഗത്ത് സജീവമാകാൻ ഇരിക്കുകയാണ്.